രചന രാജീഷ് ഷാജി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ഒരു ഞായറാഴ്ച ദിവസം വീട്ടിൽ നിന്ന് ബോറടിച്ചുകൊണ്ട് വെറുതെ ഗീതമായിട്ട് വീട്ടിലേക്ക് വന്നാണ് ഞാൻ. അല്ല, ഈ ഞാൻ ആരാണെന്നല്ലേ? എന്റെ പേര് ദിയ, MBA സ്റ്റുഡന്റ്. പുത്തേടത്ത് സുധാകരന്റെയും ഷോപ്പിയുടെയും ഒരേ ഒരു സന്തതി. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും കാന്താരി. ഉമ്മർത്താരെയും കാണാനായിട്ട് ഞാൻ അകത്തേക്ക് നോക്കി. അല്ല, എവിടെയെങ്കിലും ആരെയും കാണുന്നില്ലല്ലോ. അല്ല, ഈ സമയത്തൊക്കെ അമ്മ ഉമ്മർത്ത് കാണേണ്ടതാണല്ലോ. ഞാനൊരു നിമിഷം ചിന്തിച്ചു നിന്നു. ഗീതമായി അടുക്കളയിലായിരിക്കും, അങ്ങോട്ടേക്ക് പോവാം. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ പിന്നാപ്പുറത്തേക്ക് വെച്ച് പിടിച്ചു. അടുക്കളയിലേക്ക് കയറിയപ്പോൾ അമ്മായി പച്ചക്കറി അരികെയായിരുന്നു. ഹലോ മിസ്സസ് ഗീത ചന്ദ്രദാസ്, ബിസിയാണോ? ഞാൻ പിന്നിലൂടെ ചെന്ന് അമ്മായിയെ കെട്ടിപ്പിടിച്ചു. നിനക്ക് നല്ല തല്ലി കിട്ടിട്ടോ എൻ്റെ കയ്യിൽ നിന്ന്. അമ്മായി പുഞ്ചിരിയോടെ എൻ്റെ നേരെ കൈ ഉയർത്തി. അമ്മായിയോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ ഇങ്ങനെ വിളിക്കുന്ന എൻ്റെ പൊന്ന് ഗീതമായി? ഞാൻ അമ്മായിയുടെ താടിൽ പിടിച്ച് ചിരിയോടെ പറഞ്ഞു. ഓവ്, നിന്റെ ഇഷ്ടം കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ആട്ടെ, മോളെ എന്തെങ്കിലും കഴിച്ചോ? അതിപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ. അതിനമ്മയുടെ പുന്നാര നാത്തുവിന്, അതായത് എൻ്റെ മാതാശ്രീ ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കണ്ടേ? ആകെ ഒരു സൺഡേ ഉറങ്ങാൻ കിട്ടുന്നു. അന്ന് 8 മണി ആകുമ്പോഴേക്കും കുത്തിപ്പൊക്കി എണീപ്പിക്കത്തില്ലേ പോരാളി. കുറച്ചു നേരം കൂടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തുടങ്ങിയില്ല ഉപദേശം. അന്യ വീട്ടിൽ പോവേണ്ട പെണ്ണ ഇങ്ങനെ മൂട്ടിൽ വെയിലടിക്കുന്നവരെ കിടന്നുറങ്ങരുത്. സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കണം, മുറ്റമടിക്കണം, കുളിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, മറ്റേത് ചെയ്യണം. ഒരു സമാധാനം തരില്ല. അത് പിന്നെ ശോഭ പറയുന്നതിലും കാര്യമില്ലേ മോളെ? അപ്പൊ അമ്മായി അമ്മയുടെ സൈഡല്ലേ? ഞാൻ പരിഭവിച്ചു. ഞാൻ ആരുടെയും സൈഡ് പറഞ്ഞല്ലേ മോളെ. നാളെ ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ മോളെ കുറിച്ച് അവിടെ ഉള്ള ഒരു മോശം പറഞ്ഞാൽ അത് സഹിക്കാൻ ഞങ്ങൾക്കാവുമോ? അതുകൊണ്ടല്ലേ മോളെ ശോഭയും ഞാനൊക്കെ പറയുന്നത്. അല്ലാതെ മോളോട് ഞങ്ങൾക്ക് സ്നേഹമില്ലായിട്ടാണ്. പിന്നെ ഇതൊന്നും കുഴപ്പമില്ലായിരുന്നു. നീ ഇങ്ങോട്ടാണ് കയറി വന്നെങ്കിൽ എനിക്കും നിന്റെ അമ്മാവനും നിന്നെ ഞങ്ങളുടെ നന്ദിന്റെ പെണ്ണായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നായിരുന്നു ആഗ്രഹം. നിന്റെ വീട്ടുകാർക്കും അതായിരുന്നു ആഗ്രഹം. പക്ഷെ കണ്ണിനു മുന്നിൽ കണ്ട കടിച്ചു കയറാൻ നിൽക്കുന്ന നിങ്ങളെ ചേർത്ത് വെച്ചാൽ ശരിയാവില്ലെന്ന് തോന്നിയോണ്ടാ ഞങ്ങളത് വിട്ടത്. അമ്മായി പറഞ്ഞു. അയ്യോ എൻ്റെ പൊന്ന് ഗീതമായി, നിങ്ങൾ ചേർത്ത് വെക്കാന്ന് പറഞ്ഞാൽ പോലും എനിക്ക് വേണ്ട നിങ്ങളുടെ ആ മുതലിനെ. കുറച്ചുനാൾ കൂടി ജീവിക്കണമെന്ന് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്. ആ കടുവയുടെ കൂട്ട് തന്നെ അടച്ചാലേ നേരം വെളുക്കുമ്പോഴേക്കിനെ കടിച്ചു കയറി ചോര പിടിച്ചിട്ടുണ്ടാവും കടുവ. ദയവ് ചെയ്ത് അങ്ങനത്തെ അവിവേകം ഒന്ന് കാണിച്ചേക്കില്ലേ നിങ്ങൾ കുടുംബക്കാർ, പ്ലീസ്. ഞാൻ കൈകൂപ്പി തൊഴുത് പറഞ്ഞു. അല്ല, ആ മുതലെവിടെയാ? എഴുന്നില്ല ഇതുവരെ? ഇല്ല, ഇന്ന് ഞായറാഴ്ചയല്ലേ, അതുകൊണ്ട് കുറച്ച് ഉറങ്ങിക്കോട്ടെ എന്ന് ഞാനും കരുതി. അവൻ്റെയൊക്കെ വീതി. പല ആണായിട്ടും ജനിച്ചാൽ മതിയായിരുന്നു. ഒന്നുമില്ലേലും മനസ്സമാധാനമായിട്ടൊന്ന് ഉറങ്ങിയെങ്കിലും ചെയ്യായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അനുഭവിക്കുക തന്നെ, അല്ലാണ്ട് എന്താ. ഞാനൊരു ദീർഘനിശ്വാസം എടുത്ത്. മതി വാചകം അടിച്ച് വന്ന് വല്ലതും കഴിക്കുന്നീ. അതെങ്കിലും നടക്കട്ടെ. അതും പറഞ്ഞ് ഞാൻ അമ്മായി തന്ന നല്ല ചൂട് ദോശയും ചമ്മന്തിയും ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി. അല്ല അമ്മായി, അമ്മാവിനോടെ ഉമ്മർത്ത് കണ്ടില്ലല്ലോ? ചന്ദ്രയുടെ രാവിലെ പറമ്പിലോട്ട് പോയി. തേങ്ങയിടാൻ ആള് വന്നിട്ടുണ്ടേ. അതേ, ചുമ്മാതല്ലേ കാണാത്തെ. അലഗീതമായി അമ്മാനോടൊപ്പം ആ കടുവയെ കൂടി പറഞ്ഞേക്കാൻ മേലായിരുന്നു. ശരീരമൊക്കെ ഒന്ന് ഇളകട്ടേന്നേ. നീ അവന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അടങ്ങുമല്ലേ? ഇതൊക്കെ രസമല്ലേ അമ്മായി? ഞാൻ അമ്മായിയെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു. രസമൊക്കെ തന്നെയാ. അവന്റെ കയ്യിൽ തള്ളി മേടിച്ച് കരഞ്ഞോണ്ട് പരാതി പറയാൻ വന്നേക്കരുത്, പറഞ്ഞേക്കാം. അതെ, കടുവയെ കണ്ടാ ചുമ്മാ ഒന്ന് ദേഷ്യം പിടിപ്പിച്ചില്ലെങ്കിലേ ഒരു സുഖമില്ല, അതല്ലേ. ഞാൻ ആ കടുവയെ ഉണർത്തിയിട്ട് വരാവേ. അതും പറഞ്ഞ് ഞാൻ മുകളിലേക്കുള്ള പടി ലക്ഷ്യമാക്കി ഓടി. ദിയാ, വേണ്ട കേട്ടോ, അവന് ദേഷ്യം പിടിപ്പിക്കണ്ട. ഒന്നുമില്ല അമ്മായി, ഇപ്പൊ വരാം. ഈ കുട്ടീന്ന് അവന്റെ കയ്യിൽ നിന്ന് മേടിക്കും, പറഞ്ഞാലും കേക്കില്ല. ഞാൻ മുകളിലെത്തി ചാരിയിരുന്ന കടുവയുടെ റൂമെല്ലാം തുറന്നു അകത്തേക്ക് തലയിട്ട് നോക്കി. തലയിണയും കെട്ടിപ്പിടിച്ചാൽ ഉറക്കം കണ്ടില്ലേ? ഇങ്ങനെ കെട്ടിപ്പിടിച്ചുറങ്ങാൻ എന്താ ഇയാളുടെ ഭാര്യയാണ്? ഉറക്കത്തിൽ എന്തൊരു പാവം. ഉണർന്നു കഴിഞ്ഞ അസൽ കടുവ. ഒരു ചവിട്ട് വെച്ച് കൊടുത്താലോ? വേണ്ട, ചിലപ്പോ കടുവനെ കടിച്ചു കയറും. പിന്നെ എന്താ ചെയ്യാ? ഞാൻ ചുണ്ടത്തെ വിരലിച്ചൊരു നിമിഷം ആലോചിച്ചു. പെട്ടെന്ന് എന്റെ മനസ്സിലുള്ള ഇടപൊട്ടി. യെസ്, അത് തന്നെ. ഞാൻ ഒട്ടും സമയം പാഴാക്കാതെ ജഗിലിരുന്ന വെള്ളമെടുത്ത് കടുവയുടെ തലവഴി ഒഴിച്ചു. കടുവരി ഞെട്ടിലൂടെ ചാടി എഴുന്നേറ്റ്. മുന്നിൽ ജഗ്ഗുമായി നിൽക്കുന്ന എന്നെ കണ്ടതും കാലമാടൻ ദേഷ്യത്തോടെ എനിക്ക് നേരെ അലറി. എനിക്ക് നേരെ പാഞ്ഞെടുക്കുന്ന അവനെ കണ്ടതും ഞാൻ സർവ്വശക്തിയും എടുത്ത് അവിടുന്ന് ഓടി. ഇനി ഇവിടെ നിന്ന കടുവയിൽ നിന്ന് എന്റെ ശവടക്കം നടത്തും. നിക്കടി കുറിപ്പോടെ. കടുവ പിന്നാലെ തന്നെ ഉണ്ട്. കൃഷ്ണ, അമ്മായി! ഓടുകയല്ല, പറക്കുകയായിരുന്നു. ഈ കൊച്ചിനോട് ഞാൻ പറഞ്ഞ. എന്റെ വിളി കേട്ട് അടുക്കളയിൽ നിന്ന് ഓടി വന്ന അമ്മായിയുടെ കയ്യിൽ ജഗ് എറിഞ്ഞില്ലെന്ന് പറഞ്ഞു കൊടുത്ത് പുറത്തേക്ക് ഒരൊറ്റ ഓട്ടമായിരുന്നു. ഈ ഓട്ടം ഞാൻ ഒളിമ്പിക്സിൽ ഓടിയിരുന്നതിൽ ഗോൾഡ് മെഡൽ ഉറപ്പായിരുന്നു. അമ്മാതിരി ഓട്ടമായിരുന്നില്ല എന്റേത്. മിനിറ്റുകൾ കൊണ്ട് ഞാൻ എന്റെ വീടെത്തി. അല്ല പിന്നെ നമ്മളോടാ കളി. അപ്പോഴാണ് കുളിച്ച പോലെ സ്റ്റെയർ എറിഞ്ഞ് ഓടി വരുന്ന കടുവയെ ഗീതമായി കണ്ടത്. അമ്മായിക്ക് ഏറെക്കുറെ കാര്യം മനസ്സിലായി. അമ്മേ, എവിടാ പിശാച്? അവള് ഞാനിന്നും. അവള് വീടെത്തി. നാശം, ആ കുരിപ്പിനോട് പറഞ്ഞേക്ക് അവളെന്റെ കൈ കിട്ടി അന്നവിടെ അന്ത്യാന്ന്. അതും പറഞ്ഞ് കടുവ മുകളിലേക്ക് പോയി. ഈ പിള്ളേരുടെ അടിപിടി എന്ന് തീരുന്റെ ഭഗവാനെ. രണ്ടും കണ്ണി നേരെ കണ്ട കീരിയും പാമ്പും. അതും പറഞ്ഞ് അമ്മായി അടുക്കളയിലേക്ക് പോയി. അന്നത്തെ ദിവസം കടുവയുടെ കൺവെട്ടതുപോലും ചെല്ലാതിരിക്കാൻ ശ്രമിച്ചു.
കടുവയെ പേടിച്ചിട്ടൊന്നുമല്ല, ജീവനിൽ കൊതിയുണ്ട്, അതുകൊണ്ട് മാത്രം. പിറ്റേ ദിവസം ഞാൻ കോളേജിൽ പോകാനായി ബസ് കാത്തിരിക്കായിരുന്നു. ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോഴുണ്ട് ദേവർ നമ്മുടെ കടുവ ബുള്ളറ്റിൽ. ഒരു കാര്യം പറയാൻ മറന്നു, നമ്മുടെ കടുവ പോലീസാണ്, സ്ഥലം എസ്. ആ യൂണിഫോമൊക്കെ ഇട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ബുള്ളറ്റിൽ വരുന്ന വരവ്, അത് കാണാൻ തന്നെ ഒരു ചേല. എന്റെ കൃഷ്ണ, കടുവ ഇങ്ങോട്ടാണല്ലോ വരുന്നേ. എന്നെ കാണല്ലേ? കണ്ട ഇന്നത്തെ മുതലും പരീക്ഷയൊക്കെ ചേർത്ത് ഇപ്പൊ തന്നെ തരും. നടു റോഡാണെന്നൊന്നും കടുവ നോക്കില്ല. ഇവിടെയാണെങ്കിലും മൊത്തം ആളുകളാ, പ്രത്യേകിച്ച് കുറെ പൂവാൽമാരായ ചേട്ടന്മാര്. അവരുടെയൊക്കെ മുന്നിൽ ഇന്ന് ചമ്മി നാശകോശാവോലോ എന്റെ കൃഷ്ണ. പെട്ടെന്ന് ബസ് വന്നിരുന്നെങ്കിൽ. പറഞ്ഞിരുന്നു. കടുവ ബുള്ളറ്റ് കൊണ്ട് മുന്നിൽ നിർത്തിയ ഒപ്പമായിരുന്നു. ഞാൻ കണ്ണുകളടച്ചൊരു ദീർഘനിശ്വാസം എടുത്തു. പെട്ടെന്നാണ് ബസ് വന്നു എന്ന് ആരോ പറഞ്ഞു. ഞാൻ കണ്ണു തുറന്ന് കടുവയെ നോക്കുപോലും ചെയ്യാതെ ആളുകൾക്കിടയിലൂടെ ഒരുവിധം ബസ്സിനകത്തേക്ക് കയറി. എന്നിട്ട് വിജയ് ഭാഗത്തിൽ സാറിനെ നോക്കിയും ചിരിച്ചു. നിന്നെ ഞാൻ എടുത്തോളാടി എന്ന് മനസ്സിൽ പറഞ്ഞ് കടുവ അവിടുന്ന് പോയി. അന്ന് വൈകുന്നേരം കോളേജിൽ നിന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ വീട് മുമ്പിൽ കടുവയുടെ ബുള്ളറ്റ് ഉണ്ടായിരുന്നു. എന്റെ കൃഷ്ണ, ഈ കാലമാടൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്തായാലും ഇപ്പൊ അകത്തേക്ക് പോണ്ട, പോയാ കടുവയുടെ മുന്നിൽ പെടും. ഗീതമ്മയുടെ അടുത്തേക്ക് പോവാം. അമ്മായിയുടെ വീട്ടിലേക്ക് പോകാനായി തിരിഞ്ഞു. പുറകിൽ നിന്ന് കാരന്റെ വിളി വന്നു. ഡേ, എന്റെ കൃഷ്ണ, പെട്ടു, ഇനി രക്ഷയില്ല. അതും പറഞ്ഞ് ഞാനൊരു ചമ്മിയ ചിരിയോടെ തിരിഞ്ഞു നോക്കി. എന്താണ് ഈ ഉരുപ്പ്? എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാന്ന് കരുതിയോ? ഏയ്, ഞാനിങ്ങനെ ചുമ്മാ. പൊന്നുമോൾ അവിടെ നിന്ന് താളം ചവിട്ടണ്ട, ഇങ്ങ് പോര്. ഒരു കള്ളച്ചിരിയോടെ കടുവ ഉമ്മർത്തി നിൽക്കുന്നു. ആ നിൽപ്പ് വലിയ കുഴപ്പമില്ലാന്ന് തോന്നിക്കൊണ്ടും എല്ലാവരും വീട്ടിലുള്ളതുകൊണ്ടും ഞാൻ മെല്ലെ മുന്നോട്ട് നടന്നു. പതിയെ ചെരുപ്പഴിച്ചു വെച്ച് ഉമ്മറത്തേക്ക് കയറിയില്ല. അതിനുമുമ്പേ കടുവന്റെ വായ പൊത്തിപ്പിടിച്ച് എന്നെയും പൊക്കി പിന്നാമ്പുറത്തേക്ക് കൊണ്ടുപോയി. ഞാൻ കടുവയുടെ കയ്യിൽ കിടന്ന് കുതറി അലറി വിളിക്കാൻ ശ്രമിച്ചു. പക്ഷെ എന്താ പ്രയോജനം? കടുവ എന്റെ വായ പൊത്തിപ്പിടിച്ചേക്കുമല്ലേ. മാത്രമല്ല, ആ ഇരുമ്പോലത്തെ കയ്യിലിരുന്ന് ഒന്ന് അനങ്ങാൻ പോലും പറ്റുന്നില്ല. എന്റെ കൃഷ്ണ, ഇന്ന് കടുവ എന്നെ കടിച്ചു കീറും. ഞാൻ നെഞ്ചിൽ കൈവച്ചു പോയി. കടുവ എന്നെയും കൊണ്ട് പിന്നാമ്പുറത്തേക്ക് പോയി. എന്നെ തറയിൽ നിർത്തി. പക്ഷെ എന്നിലുള്ള പിടി അപ്പോഴും ഉണ്ടായിരുന്നു. എന്നെ വിട് പ്ലീസ്. ഈ ഇരുമ്പ് പോലത്തെ കൈ കൊണ്ട് പിടിച്ച് ഞാൻ പപ്പടം പോലെ പൊടിഞ്ഞു പോകും. ഞാൻ ഓടില്ല, പ്ലീസ്. ഞാൻ അവനോട് കെഞ്ചി. ഇല്ല മോളെ, എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല. പിന്നെ നിന്നെ പിടിച്ചുകൊണ്ട് വന്നേ. 2 ദിവസം കൊണ്ട് നീ എന്റെ കയ്യിൽ നിന്ന് മുങ്ങി നടക്കുക. നീ എന്റെ തലയിൽ വെള്ളമൊഴിക്കും അല്ലേടി? പറയുന്നതിനോടൊപ്പം എന്റെ തലയിലേക്കും വെള്ളമൊഴിച്ചിരുന്ന ആ കാലമാടൻ. ആകെ നനഞ്ഞല്ലോ പട്ടി, നീ എന്റെ തലയിൽ വെള്ളമൊഴിക്കല്ലേ നിന്നെ. അതും പറഞ്ഞ അവനെ തല്ലാനായി കൈ ഉയർത്തിയതും ആ തിണ്ടി എന്റെ കൈ ലോക്ക് ചെയ്തിരുന്നു. നീ എന്റെ തലയിൽ ആദ്യം വെള്ളമൊഴിച്ചിട്ടാ ഞാൻ നിന്റെ തലയിൽ ഒഴിച്ച്. നീ വെറുതെ എന്നെ ചൊറിയാൻ വന്നാ ഞാൻ കയറിയങ്ങ് മാന്തും, പറഞ്ഞേക്കാം. അതും പറഞ്ഞ് അവൻ അവിടുന്ന് പോയി. അവൻ പോയ വഴിയെ നോക്കി ഞാൻ അവനെ നന്നായിട്ടൊന്ന് സ്മരിച്ചു. ഈ സംഭവത്തിന് ശേഷം ഞാൻ കടുവയുടെ മുമ്പിൽ പെടാൻ നടന്നു. വെറുതെ എന്തിനാ വടി കൊടുത്ത് അടിമേടിക്കുന്നത്? മിക്ക ദിവസങ്ങളിലും ബസ് സ്റ്റോപ്പിൽ കടുവയെ കാണുമെങ്കിലും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. എന്നെ കാണുമ്പോഴേക്കും ഒരു തുറിച്ചു നോട്ടം എറിഞ്ഞ് കടുവ എന്നെ കടന്നുപോകും. കോളേജ് ഡേ സെലിബ്രേഷൻ അന്ന് ലേറ്റ് ആയിട്ടാണ് ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയത്. സ്ഥിരം വരുന്ന ബസ് മിസ്സായി. അച്ഛനെ വിളിക്കാന്ന് വെച്ചാൽ അച്ഛനും അമ്മയും അമ്മാവനും അമ്മായും കൂടി ഒരു ബന്ധുവിന്റെ കല്യാണത്തിന് പോയി. ലേറ്റാവും എത്താനെന്ന് പറഞ്ഞിരുന്നു. കൂട്ടുകാരെല്ലാം അവരുടെ ബസ് വന്നപ്പോൾ കയറിപ്പോയി. ഞാൻ തനിച്ചായി ബസ് സ്റ്റോപ്പിൽ. എന്റെ കൃഷ്ണ, ആരുമില്ലല്ലോ. ഞാൻ ചുറ്റും നോക്കി. അപ്പോഴാണ് വഷളം ചിരിയുമായി എന്നെ നോക്കി നിൽക്കുന്ന അഷ്റഫിനെയും കൂട്ടുകാരെയും കണ്ടത്. കോളേജിലെ എന്റെ ശത്രുവാണ് അഷ്റഫ്. കോളേജിലെ ഗുണ്ടായെന്ന് വേണമെങ്കിൽ പറയാം. കോളേജിൽ എല്ലാവർക്കും പേടിയാണ് അവനെ, പ്രത്യേകിച്ച് പെൺപിള്ളേർക്ക്. അവന്റെ നോട്ടവും ഭാവമൊക്കെ കാണുമ്പോൾ പിള്ളേർ ഓടാൻ തുടങ്ങും. പക്ഷെ എന്റെ മുന്നിൽ അവന്റെ അഭ്യാസം നടക്കില്ല. ഒരു ദിവസം എന്തോ ഭക്ഷണത്തിനും പറഞ്ഞതിന് എന്റെ കൈയുടെ ചൂടറിഞ്ഞിട്ടുണ്ടവൻ. ഇന്ന് അവൻ അതിനൊക്കെ എന്നോട് പകരം വീട്ടുന്നാ തോന്നുന്നു. അടുത്തെങ്ങും ആരുമില്ലല്ലോ. നേരാണ് കിരട്ടി തുടങ്ങി. എന്റെ ഭഗവാനെ കാത്തോണേ. അവൻ എന്റെ അടുത്തേക്കാണോ വരുന്നത്? ഓടിയാലോ? വേണ്ട, അവൻ പിന്നാലെ ഓടും. അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നില്ല. എന്റെ കണ്ണൊക്കെ നിറഞ്ഞു. എങ്കിലും ഞാൻ പേടി പുറത്ത് കാണിച്ചില്ല. എന്താണ് മോളെ, ബസ് വന്നില്ലേ? അവൻ മീശ തടവിക്കൊണ്ട് ചോദിച്ചു. ചേട്ടൻ കൊണ്ടാക്കാടി? വന്ന് ചേട്ടനെയും ഫ്രണ്ട്സിനെ കൂടെ കാറി കയറിക്കോ, നമുക്ക് എൻജോയ് ചെയ്ത് പോവാന്നേ. നീ പോടാ പട്ടി. ആഹാ, ഒറ്റക്കായിട്ട് നിന്റെ അഹങ്കാരത്തിന് കുറവൊന്നുമില്ലല്ലോടി. പിന്നെ സാരിയിൽ നീ കുറച്ചുകൂടെ സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. അവൻ എന്നെ അടിപൊളി നോക്കി. ഞാൻ അവനെ തുറിച്ച് നോക്കി. എന്താ മോളെ, പോരുന്നോ ചേട്ടന്റെ കൂടെ? അവൻ എന്റെ അടുത്തേക്ക് നീങ്ങുന്നു. ചി, നിന്റെ വീട്ടിലുള്ളവർ പോയി വിളിക്കടാ. നിന്നെ ഞാൻ. അവൻ എന്റെ കയ്യിൽ കയറി പിടിച്ചു. വീട്ടിൽ എന്റെ കൈ. ഞാൻ കൈ കുടയാൻ നോക്കി, പക്ഷെ കഴിഞ്ഞില്ല. അവന്റെ കൈ എന്നിൽ മുറുകി. എടാ തൂക്കിയെടുത്ത് വണ്ടിയിലിട്, അവൻ കൂട്ടുകാരോട് പറഞ്ഞു. അവരെനിക്കടുത്തേക്ക് വന്നു. ഞാൻ പിന്നിലേക്ക് നീങ്ങി. ഞാൻ നീങ്ങും തോറും അവരെനിക്കടുത്തേക്ക് വന്നു. പ്ലീസ് എന്നെ വിട്ടേക്ക്. ഞാൻ അവർക്ക് മുമ്പിൽ നിന്ന് കൈകൂപ്പി. അവരിലൊരാൾ എന്നെ പിടിക്കാൻ കൈ ഉയർത്തി. പെട്ടെന്നാണ് ഒരു ഹോണടി ശബ്ദം കേട്ടത്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് എല്ലാവരും നോക്കി. കടുവ ബുള്ളറ്റിന്റെ പുറത്ത് കാലിന് മീതെ കാലും കയറ്റി വെച്ചിരിക്കുന്നു.
എന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ഞാൻ എന്റെ മുമ്പിൽ നിൽക്കുന്നവന്മാരെ പുച്ഛത്തിൽ നോക്കി. ശേഷം നന്ദേട്ടന്റെ അടുത്തേക്ക് ഓടി. പക്ഷെ പിന്നിൽ നിന്ന് അഷ്റഫ് എന്റെ കൈ പിടിച്ചു. നീ എങ്ങോട്ടാടി ഓടുന്നേ? ഈ അഷ്റഫ് ഒരു കാര്യം വിചാരിച്ചാ അത് നേടിയിരിക്കും. ഞാൻ ദയനീയമായി നന്ദേട്ടനെ നോക്കി. നന്ദേട്ടൻ കാലുയർത്തി ബുള്ളറ്റിൽ നിന്നും ചാടിയിറങ്ങി ഞങ്ങൾക്ക് അടുത്തേക്ക് വന്നു. അതേ, അവളെ കൈ അങ്ങ് വിട്ടേക്ക്, നന്ദേട്ടൻ അവനോട് പറഞ്ഞു. ഇല്ലെങ്കിൽ നീ എന്നെ അങ്ങ് ഉണ്ടാക്കുവാടാ. ഇന്ന് നിന്റെ മരണാട തെണ്ടി. പോലീസുകാരനോട് തർക്കുത്തരം പറയുന്നെന്ന് അറിയുന്നില്ലല്ലോ, പാവം, ഞാൻ മനസ്സിൽ പറഞ്ഞ് പുച്ഛത്തോടെ അവനെ നോക്കി. അവന്റെ കൈ എന്നിൽ മുറുകി. എനിക്ക് കൈ വേദനിക്കാൻ തുടങ്ങി. കടുവയെ നോക്കിയപ്പോൾ ഞരമ്പൊക്കെ വലിഞ്ഞു മുറുകി അവനെ നോക്കി ദഹിപ്പിക്കുന്നുണ്ട്. വാടിയുടെ അവനെന്നെ പിടിച്ചു വലിച്ചു. പെട്ടെന്ന് നന്ദേട്ടന്റെ കയ്യിൽ പിടിച്ചു വലിച്ച അവന്റെ നെഞ്ചിൽ ആഞ്ഞി ചവിട്ടിയതൊപ്പമായിരുന്നു. പിന്നെ അവിടെ അടിയുടെ പൂരം തന്നെയായിരുന്നു. അവന്മാരെല്ലാം കടുവ ഇടിച്ചു പരുവാക്കി. എന്നിട്ടൊരു ഡയലോഗും, ഇനിയെങ്ങാനും നീയൊക്കെ ഏതെങ്കിലും പെമ്പിള്ളേരെ ശല്യപ്പെടുത്തിയെന്ന് അറിഞ്ഞാ നിന്നെയൊക്കെ തൂക്കിയെടുത്ത് ലോക്കപ്പിലിട്ട് ഞാൻ എടാ പാപൊളിക്കേണ്ട തെണ്ടികളെ. ഇതേ സ്ഥലസയ്യ. അന്ന് വിട്ട് വായും പൊളിച്ചെടുക്കുന്നമാരെ നോക്കി ഞാൻ പറഞ്ഞു. വാടി എന്നെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞു. നന്ദൻ ബുള്ളറ്റിനടുത്തേക്ക് നടന്നു. ഞാൻ പിന്നാലെ പോയി. വീട്ടിലെത്തുന്നവരെ കടുവെന്നും മിണ്ടിയില്ല. കലിപ്പിലാന്ന് തോന്നുന്നു. വീട്ടിലെത്തിയതും അകത്ത് കയറാന്ന് എന്നെ നോക്കി കടുവ വിളിച്ചു. ഡേ ആളൊന്നേ. എന്താ? അവിടെ ഇവിടെ തെണ്ടി അടക്കാൻ നേരത്തെ കാലത്ത് വീട്ടിൽ കയറിക്കോണം, പറഞ്ഞേക്കാം. ഞാൻ കോളേജ് ഫംഗ്ഷന് പോയതല്ലേ? അതെ, ഞാൻ വന്നില്ലെന്ന് കാണായിരുന്നു. അവന്മാര് ഫംഗ്ഷൻ നടത്തുന്നത്. ഓ, എന്നിട്ട് അവിടെ അഹങ്കാരത്തിന് വല്ല കുറവുണ്ടോ നോക്കി. അവിടെ സാരി ചുറ്റിയുള്ള ഫാഷൻ ഷോ. ഇനി മേലെ സാരി ചുറ്റി കോളേജിലേക്കാന്ന് പറഞ്ഞ് ഇറങ്ങിയാലുണ്ടല്ലോ നിന്റെ മുട്ടുകാരി ഞാൻ തല്ലിയെടുക്കും, പറഞ്ഞേക്കാം. കേറിപ്പോകത്ത്. അമ്മാവനും അമ്മായി വരുന്നവരെ ഞാനിവിടെ കാണും. ഓ, കടുവയുടെ തനിക്കൊണം പുറത്തു വന്നു. ഒന്ന് നോക്കി പുച്ഛിച്ച് ഞാൻ ഫ്രഷ് ആവാനായി അകത്തേക്ക് പോയി. അന്നത്തെ സംഭവത്തിന് ശേഷം അഷ്റഫിന്റെയും കൂട്ടുകാരുടെയും ശല്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ അടിച്ചു പൊളിച്ച് കോളേജ് ലൈഫ് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇടുത്തി പോലൊരു സംഭവം ഉണ്ടായത്. ഒരു ദിവസം എല്ലാവരും കൂടി കടുവയുടെ വീട്ടിലിരിക്കുകയായിരുന്നു. ബാക്കി എല്ലാവരും നാട്ടുകാരുടെയും കുടുംബത്തിലുടെയും കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് പിന്നെ പണ്ടേ സീരിയസ് കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാരണം നമ്മൾ കാരണന്മാർക്കിടയിൽ വിശേഷം കേൾക്കാനും പറയാനൊന്നും ഇരിക്കത്തില്ല. അവരുടെ അടുത്ത് കുറച്ച് ദൂരം മാറിയിരുന്ന് അമ്മായി ഉണ്ടാക്കിയ നല്ല ചൂട് പഴംപൊരി ആസ്വദിച്ച് കഴിക്കുന്ന തിരക്കിലായിരുന്നു ഞാൻ. അപ്പോഴാണ് നമ്മുടെ അമ്മാവന്റെ, അതായത് കടുവയുടെ അച്ഛന്റെ ചോദ്യം. അല്ല, നിങ്ങളുടെ അറിവിൽ വല്ല കുട്ടികൾ വല്ലതും ഉണ്ടോ? ഇവന് വയസ്സ് 27 ആയി. ഇനിയെങ്കിലും പിടിച്ചു കിട്ടിയില്ലെങ്കിലേ പിന്നെ പെണ്ണ് കിട്ടില്ല. ഞങ്ങളുടെ അറിവിൽ പെൺകുട്ടികളൊന്നുമില്ല, ഒന്ന് അന്വേഷിക്കട്ടെ. അത് പറഞ്ഞ് നമ്മുടെ പിതാശ്രീയാണ്. അല്ല, എനിക്ക് വേണ്ടി നിങ്ങൾ ഇതിനെ പുറത്തു പോയി പെണ്ണ് നോക്കുന്നത്? ഇവിടെ തന്നെ ഉണ്ടല്ലോ ഒരെണ്ണം. നമ്മുടെ SI ആണ്. ആരുടെ കാര്യം നീ പറയുന്നത് നന്ദാ? അമ്മ ചോദിച്ചു. വേറെ ആരാ? ദേ ഈ ഇരിക്കുന്ന കുരിപ്പ് തന്നെ. എനിക്ക് ഇവിടെ മതി. ആസ്വദിച്ച് പഴംപൊരി കഴിക്കുന്ന എന്നെ നോക്കി SI സാറ് പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നെറുകം തലയിൽ കയറി. ഞാൻ ചുമച്ച് പണ്ടാരടങ്ങിപ്പോയി. അല്ല, എന്താ ഉണ്ടായി? എല്ലാവരുടെയും കണ്ണ് എന്റെ നേർക്കാം. ഞാൻ ആകെ കേട്ട് വിശ്വസിക്കാനാവാതെ ഇരുന്നു. അല്ല മോനെ, നീ സീരിയസ് ആയിട്ടാണോ പറയുന്നേ? ഗീതമായി ആയിരുന്നു. കല്യാണക്കാര്യത്തിൽ ആരെങ്കിലും തമാശ പറയാമേ? അതും പറഞ്ഞ് കടുവെഴുന്നേറ്റ് എന്റെ നേർക്ക് വന്നു. ബോട്ടിൽ നിന്ന് വെള്ളമെടുത്ത് എന്റെ കയ്യിൽ നിന്ന് തലക്കിട്ട് 2 അടിയടിച്ച് പറഞ്ഞു. പതുക്കെ തിന്നടി, ആക്രാന്തം കാണിക്കാതെ നിനക്കെന്നെ നിന്ന. അതും പറഞ്ഞ് കടുവ റൂമിലേക്ക് പോയി. എനിക്ക് കുറെ നേരത്തേക്ക് തലക്ക് ചുറ്റി എന്തോ വട്ടമിട്ട് പറക്കുന്ന പോലെ തോന്നി. അല്ല, കടുവ എന്തിനാ എന്നെ മതി എന്ന് പറഞ്ഞേ? ഇനി ഞാൻ കാണുമ്പോ പണിയെടുക്കുന്നതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണോ? അതെ, ഇതത് തന്നെ. ആ കടുവ എന്നെ കടിച്ചു കയറി ചോരൊടിക്കാനുള്ള പ്ലാനാ. എന്റെ കൃഷ്ണ, ഇല്ല, ഞാനിതിനെ സമ്മതിക്കില്ല. ഇപ്പൊ തന്നെ എല്ലാവരോടും പറയണം എനിക്ക് കല്യാണം വേണ്ടാത്. ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി. അവിടെ അമ്മാവനുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഗീതമായി അമ്മയെ അങ്ങോട്ടേക്ക് വന്നു. ഇത് തന്നെ പറ്റിയ സമയം. ഞാൻ അവരുടെ അടുത്ത് നിന്നിരുന്നു. നിങ്ങളെല്ലാരും കൂടി എന്നെ കൊലക്കൊടുക്കാൻ പോവാണോ? എന്താ മോളെ? അച്ഛനായിരുന്നു. എന്തോന്നാന്നൊന്നും അറിയില്ലേ നിങ്ങൾക്ക്? ആ കടുവയുടെ കൂട്ടി എന്നെ അടക്കാൻ പോവാണ് നിങ്ങൾ? പെട്ടെന്ന് എല്ലാവരും ഒരു പൊട്ടിച്ചിരിയായിരുന്നു. അല്ല, നിങ്ങളെന്തിനാ ചിരിക്കുന്നേ? ഞാൻ അവരെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. മോളെ, നന്ദ നീ വിചാരിക്കുന്ന പോലൊന്നല്ല. അവൻ ബാവ. നീ കുറുമ്പ് കാണിക്കുമ്പോഴല്ലേ അവൻ നിന്നോട് ദേഷ്യപ്പെടുന്നത്. അച്ഛനായിരുന്നു. ആ പിന്നെ, പാവം, ഉറങ്ങുമ്പാവും. അല്ലാത്തപ്പോ കടുവയാ, അസൽ കടുവ. അതേടി, ഞാൻ കടുവയാ. നിന്നെ കടിച്ചു കയറാൻ വേണ്ടിയാ എനിക്ക് നിന്നെ കെട്ടിച്ചേരാൻ പറഞ്ഞേ. ഇനി എന്തെങ്കിലും അറിയണോ എന്റെ പൊന്നുമോൾക്ക്? ഓ, ഈ പിശാച് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. അതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ഡേ, എന്നാ എനിക്കൊന്നും പറയാനല്ലേ? നീ എങ്ങനെയൊക്കെ മുടക്കാൻ നോക്കിയാലും ഈ നന്ദൻ നിന്നെ കെട്ടിയിരിക്കും. അതുകൊണ്ട് ഏട്ടന്റെ പൊന്നുമോള് വേറെ ചിന്തിക്കാതെ ഏട്ടന്റെ കൂടെ ജീവിക്കാൻ തയ്യാറായിക്കോ. എടോടി, അതും പറഞ്ഞ കാലം പോയി. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. നിശ്ചയവും കല്യാണവും ഒക്കെ. എന്റെ കഴുത്തിൽ താലി കെട്ടുമ്പോഴും നെറുകയിൽ സിന്ദൂരം ചാർത്തുമ്പോഴുമെല്ലാം കാലിന്റെ മുഖത്തൊരു ചിരിയുണ്ടായിരുന്നു. എന്റെ കൃഷ്ണ, ഇയാളെന്നെ വളർത്താനാണോ അതോ കൊല്ലാനാണോ അറിയില്ല. എന്തായാലും ഞാൻ കടുവയുടെ കയ്യിൽപ്പെട്ടു. ഇനി രക്ഷയില്ല. എന്റെ വിധി, അല്ലാതെന്താ. എന്റെയും കാലിന്റെയും പ്രൊഡ്യൂസറും ഡയറക്ടറും ഞങ്ങൾ നോക്കി ചിരിക്കുന്നുണ്ട്.
അവരുടെ മുഖത്ത് മക്കളുടെ കല്യാണം കഴിഞ്ഞുള്ള ആനന്ദച്ചിരി. പക്ഷെ എന്റെ കൈയും കാലും വിറക്കുക. കാലിനോടൊപ്പം ആ വീടിന്റെ പടി കയറിയപ്പോൾ ഇതുവരെ ഇല്ലാത്ത ഒരു നെഞ്ചിരിപ്പ്. ഇനി എന്തൊക്കെയാ നടക്കാൻ പോകുന്ന എന്റെ ഭഗവാനെ. കാലിനെ കുറെ നേരം അവിടെയെങ്കിലും കണ്ടില്ല. രാത്രി അമ്മായി സെറ്റ് സാരി കുടിപ്പിച്ച് മുല്ലപ്പൂവൊക്കെ ചൂടി കയ്യിൽ പാൽ ഗ്ലാസുമായി മുറിയിലേക്ക് പറഞ്ഞു വിട്ടു. അമ്മായി, ഞാൻ പോണോ? പിന്നെ പോവാതെ, നീ അവന്റെ ഭാര്യ, അപ്പൊ അവനോടൊപ്പം അല്ലേ കിടക്കണ്ടേ? അമ്മായി, ആ കടുവിന്റെ അടുത്തേക്ക് ഇങ്ങനെ പറഞ്ഞു വിടല്ലേ, ഞാൻ ഈ സോഫയിൽ അങ്ങനെ കിടന്നോളാം. എന്റെ മോളെ, നീ ഇങ്ങനെ പേടിക്കാതെ, അവൻ നിന്നെ ഒന്നും ചെയ്യില്ല. ചെല്ല്. അമ്മായി ഉന്തിത്തള്ളി മുറിക്കകത്താക്കി. ഭാഗ്യം, കാലിനവിടെയെങ്കിലും കണ്ടില്ല. അപ്പോഴാണ് വാഷ്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടത്. ഓ, ഇവിടെ ഉണ്ടോ പിശാച്? ഞാൻ പാൽ ഗ്ലാസ് ടേബിൾ വെച്ച് കട്ടിലിരുന്നു. അപ്പോഴേക്കും കടുവ വന്നു. എന്നെ കണ്ടതും ഒന്ന് ചിരിച്ചു കൊണ്ടുപോയി ഡോറടച്ചു. കാലിന്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ കുറച്ച് നീങ്ങിയിരുന്നു. ഏയ് എവിടാടി? ഞാനില്ലെന്ന് തലയാട്ടി. നീ നിന്നോട് ഇവിടെ വരാനാ പറഞ്ഞ അനുസരിച്ചില്ല, അറിയാലോ എന്നെ. കാലം പറഞ്ഞതാ. ഞാൻ പേടിയോടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. കാലം പെട്ടെന്ന് എന്റെ കയ്യിൽ പിടിച്ചു. എന്താടി, നീ ഇങ്ങനൊന്നല്ലല്ലോ. എന്റെ മുമ്പിൽ നിന്ന് എനിക്കിട്ട് പണിയറാൻ ഭയങ്കര ഉത്സാഹമാണല്ലോ. ഇപ്പൊ എന്താണ് ഇങ്ങനെ തലയും കുറിച്ചിരിക്കുന്നേ? മോത്തോകടി. ഞാൻ അറിയാതെ നോക്കിപ്പോയി. എന്താടി, നിനക്ക് മൗനവ്രതമല്ലാണോ? വാതുറന്നു വല്ലതും പറയടി. കടുവ വിളിച്ച ശേഷമാണ് ഞാൻ കാലിനടുത്താണെന്ന് ഓർത്ത് പെട്ടെന്ന് കാലിന്റെ കൈ പിന്നോട്ടാക്കി പിടിച്ചു തിരിച്ചു. എന്റെ കൈ! എന്താണ് നീ വിളിച്ചേ? എന്റെ കൈ വീട്, ഈ വേദനിക്കണു. വേദനിക്കട്ടെ, ഞാൻ കടുവയല്ലേ, കടുവ പിടിച്ച് വേദനിപ്പിക്കും. പ്ലീസ് വിട്ട്, പ്ലീസ്. വിടണോ? എന്നാ പറ, ഞാൻ കടുവയാണോ? എന്റെ കാതോരമാ നിശ്വാസം പതിഞ്ഞു. പറയ്. അല്ല. പിന്നെ ആരാ? നന്ദേട്ടൻ. ഈ നന്ദേട്ടൻ നിന്റെ ആരാ? ഭർത്താവ് ആണല്ലോ. അവനീ കടുവെന്ന് വിളിക്കോ? ഇല്ല. കാലൻ എന്റെ കയ്യിലെ പിടിവിട്ടു. എന്റെ കൈ പോയി. ഞാൻ കൈ കുടഞ്ഞു. ഇത് വെറും സാമ്പിള്. ഇനി എന്താ മേക്കിട്ട് കയറാൻ വന്നാ ഇതായിരിക്കില്ല, പറഞ്ഞേക്കാം. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നേ? ഒറ്റയടിക്കാൻ കൊന്നേക്ക്, അന്ന് ഇതിലും ഭേദം. എന്റെ കണ്ണ് നിറഞ്ഞു. പെട്ടെന്ന് കാലിനെ ചേർത്ത് പിടിച്ച്. അയ്യേ, എന്റെ കാന്താരി ഇത്രയേ ഉള്ളൂ. എന്നോട് കാണിക്കുന്ന സാഹസമൊക്കെ ഉണ്ടപ്പോ ഞാൻ കരുതി നീ ഒരു ആറ്റം ബോംബാണെന്ന്. ഇതിപ്പോ വെറും പൊട്ടാസാണല്ലോടി. കാലിനെ അവമാനം ചിരിക്കാൻ തുടങ്ങി. ഞാൻ കാലിനെ തുറിച്ചു നോക്കി. എന്നാലും തുറിച്ചു നോക്കുന്നേ ഉണ്ടക്കണ്ണി. ഞാൻ തിരിഞ്ഞിരുന്നു. കാലിന് എന്റെ വയറിലൂടെ കൈയിട്ട് എന്നെ ശരീരത്തോട് അടുപ്പിച്ചു. പെട്ടെന്ന് അങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിക്കാത്തതുകൊണ്ട് ഞാനൊന്ന് ഞെട്ടിപ്പോയി. എന്താണ് ഈ ഭാര്യ? നിനക്കിപ്പോഴും എന്നെ പേടിയാണോ? ആ സ്വരം എന്റെ കാതിൽ പതിഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. എന്താണ് ചോദിച്ചു കേട്ടില്ലേ? എന്നോട് പ്രതികാരം ചെയ്യാനല്ല എന്നെ കെട്ടിയത്. ചെയ്തു, എന്തു വേണേലും ചെയ്തു. ആരും ചോദിക്കാൻ പറ്റില്ലല്ലോ. പെട്ടെന്നൊരു പൊട്ടിച്ചിരിയായിരുന്നു പ്രതികരണം. എന്തു വേണേലും ചെയ്തോട്ടെ. ആ ശബ്ദം നേർത്തു. ഞാനൊന്നും മിണ്ടിയില്ല. അല്ലടി, ഞാൻ നിന്നോട് പ്രതികാരം ചെയ്യാനാ കിട്ടിയെന്ന് നിന്നോടാരാ പറഞ്ഞേ? അതെനിക്കറിയാം. എന്നെ എപ്പോൾ കണ്ടാലും എന്നോട് വഴക്കല്ലേ. അത് നീ എന്നെ ചൊറിയാൻ വരുന്നുണ്ടല്ലേ. പിന്നെ നിന്നോട് പ്രതികാരം ചെയ്യാനാണെങ്കിൽ അതിനെനിക്ക് താലി ചരടിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ നിന്നെ കെട്ടിയത് അതെനിക്ക് ശരിക്കും നിന്നോട് ഇഷ്ടമുണ്ടായിട്ട് തന്നെയാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഇഷ്ടമല്ല. നീ വയസ്സറിയിച്ചത് മുതൽ എപ്പോഴും എന്നോട് തല്ലുകൂടാൻ എന്നോടൊപ്പം കളിക്കാനൊക്കെ വന്നിരുന്ന നീ പെട്ടെന്ന് എന്നിൽ നിന്ന് അകലം പാലിച്ചപ്പോൾ, എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടന്നപ്പോൾ ഞാൻ നിന്നെ ഒത്തിരി മിസ് ചെയ്തു. അന്ന് ഞാൻ തിരിച്ചറിഞ്ഞതാ എനിക്ക് നിന്നോട് വെറും സൗഹൃദമല്ല, അത് പ്രണയമായിരുന്നു. പിന്നെ വീണ്ടും നീ എന്നോട് തല്ലുകൂടാൻ എന്നെ ചൊടിപ്പിക്കാനൊക്കെ വന്നപ്പോൾ ശരിക്കും ഞാനതൊക്കെ ആസ്വദിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴും എനിക്ക് നിന്നുള്ള ഇഷ്ടം പറയാത്തതിൻ്റെ കാരണം നീ എങ്ങനെ പ്രതികരിക്കുന്ന അറിയാഞ്ഞിട്ടായിരുന്നു. ഒരുപക്ഷെ നിനക്ക് എന്നെ അങ്ങനെ കാണാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ എനിക്കത് താങ്ങാൻ പറ്റുമായിരുന്നില്ല പെണ്ണെ. പിന്നെ നീ ഈ മുറിയിൽ വരുമ്പോഴൊക്കെ ഞാൻ നിന്നെ പുറത്താക്കിയത് എന്നെ തന്നെ പേടിച്ചിട്ടാ പെണ്ണെ. ചിലപ്പോൾ ഞാൻ അറിയാതെ എന്തെങ്കിലും ചെയ്തു പോയാലൊന്ന് പേടിച്ചിട്ടാ. പിന്നെ അവനൊന്ന് ബസ് സ്റ്റോപ്പിൽ വെച്ച് അവൻ നിന്നെ അടിപൊളി നോക്കുന്നുണ്ടപ്പോൾ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ആ ദേഷ്യത്തിനാ നിന്നോട് ഇനി സാരി ഉടിക്കുമെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ പെണ്ണിൻ്റെ ശരീരം എനിക്ക് മാത്രം കാണാനുള്ളതാണ്. അതങ്ങനെ മറ്റാരും കാണണ്ട. എനിക്കത് ഇഷ്ടമല്ല. നിന്റെ മനസ്സും ശരീരവും എനിക്ക് മാത്രം ഉള്ളതാ. നിന്റെ ഈ കടുവക്ക് മാത്രം ഉള്ളത്. വേറെ ആരും അത് കാണണ്ട. ഇനി പറ, നിനക്കെന്നോട് എപ്പോഴെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടോ പെണ്ണെ? ഓക്കെ കേട്ട് കിളി പോയ അവസ്ഥയിലിരിക്കുമ്പോഴായിരുന്നു അടുത്ത ചോദ്യം. നിന്നോടാ ചോദിച്ചത്. എന്നെ മുഖം പിടിച്ച് തിരിച്ച് ചോദിച്ചു. അത് പിന്നെ എപ്പോഴെന്നെ കണ്ടാൽ വഴക്കല്ലേ? അതിനിടയിൽ ഒരിക്കൽ പോലും എന്നോട് ഇങ്ങനെ ഇഷ്ടത്തെ പറ്റി പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം മറ്റൊന്നും ചിന്തിക്കാൻ ശ്രമിച്ചിട്ടില്ല. ശരി, എന്നാ ഇപ്പൊ ചോദിക്കുക. ഇപ്പൊ നിനക്ക് എന്നോട് എന്ത് ഫീലിങ്സാ തോന്നുന്നത്? അതിപ്പോ പറയ്. അത് ഞാൻ എന്താ പറയണ്ടെന്നറിയാതെ ഞാൻ അവിടുന്ന് എഴുന്നേറ്റു. പക്ഷെ അപ്പോഴേക്കും നന്ദേട്ടൻ്റെ കയ്യിൽ പിടിച്ചു. ഏട്ടൻ എഴുന്നേറ്റ് പിന്നിലൂടെ എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ കാതോരം ചോദിച്ചു, നിന്റെ ഈ കടുവ എനിക്ക് ഇഷ്ടമാണോ പെണ്ണെ? ചോദിക്കുന്നതിനോടൊപ്പം ആ അധരങ്ങൾ എൻ്റെ പിൻകഴുത്തിൽ പതിഞ്ഞിരുന്നു. ഞാനൊരു ഞെട്ടലോടെ തിരിഞ്ഞാ മുഖത്തേക്ക് നോക്കാനാവാതെ ആ നെഞ്ചിൽ മുഖമൊളിപ്പിച്ചു. നന്ദേട്ടൻ എൻ്റെ മുഖം പിടിച്ചുയർത്തി എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. പിന്നെ എൻ്റെ സീമന്തരേതയിൽ
പിന്നെ എൻ്റെ സീമന്ത രേഖയിൽ അധരങ്ങൾ ചേർത്തു. എന്നീ കാന്താരിയെ ഞാൻ സ്വന്തമായിക്കോട്ടെ, എൻ്റേത് മാത്രമായി. എൻ്റെ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരി സമ്മതമായി കണ്ട് നന്ദേട്ടൻ എന്നെ കെട്ടിപ്പിടിച്ച് കട്ടിലേക്ക് മറിഞ്ഞു. ആ നിമിഷം തന്നെ നന്ദേട്ടൻ്റെ അധരങ്ങൾ അതിൻ്റെ ഇണയെ സ്വന്തമാക്കിയിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ കടുവയും ഞങ്ങളുടെ ജീവിതം ആരംഭിക്കുകയാണ് ഗൈസ്. എന്താവുമെന്ന് കണ്ടു തന്നെ അറിയാം. സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം രാജീവ് ഷാജി ആൻഡ് ഷാഹുൽ മലയിൽ.